സഹനം നൽകും അവാർഡുകൾ എന്ന നമ്മുടെ ഈ ടോക്ക് ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എനിക്ക് സംഭവിച്ചുള്ള അസുഖം ആംഗുലൈസിംഗ് സ്പണ്ടലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ധാരാളം പേര് സിനിമ ചെയ്യുന്നു, പക്ഷെ സൈജോ ചെയ്യുമ്പോൾ അത് ലോകത്തിൽ വേറിട്ട ഒരു കാഴ്ചയാണ്. സൈജോയുടെ ആഗ്രഹം നിറവേറ്റാൻ എന്നെ ദൈവം നിയോഗിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം ഇങ്ങനെ തോന്നുക. ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാനായിട്ട് ഈ വായ തുറക്കാൻ പൂർണ്ണമായിട്ട് പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് സൈജോയുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും സൈജു അനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും സൈജു ഏറ്റെടുത്ത ദൗത്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു. ബാക്കി നമുക്ക് ഇനി കേൾക്കാം. സൈജോ നമുക്ക് അത്ഭുതമാണ്. സൈജോയുടെ നിയോഗമാണ് ഈ സഹനങ്ങളൊക്കെ ദൈവം സൈജോക്ക് നൽകിയിട്ടുള്ള നിയോഗമാണെന്ന്. എന്താണ് ഡോക്ടറെ സൈജോയിൽ കണ്ടിട്ടുള്ള എന്താണ് ആ ആറ്റിറ്റ്യൂഡ്? മറ്റു രോഗികൾ ഈ പലപ്പോഴും ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരു അസുഖമാണിത്. പലപ്പോഴും മറ്റു ആളുകൾ ഈ അസുഖം വന്ന് തളർന്നു പോകാറുണ്ട്, മറ്റുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി പിന്നോക്കം പോകാറുണ്ട്. അതിലൊന്നൊക്കെ വിഭിന്നമായിട്ട് സൈജോയിൽ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അതിന്? സൈജോൻ്റെ പോസിറ്റീവ് എനർജിയാണ് സൈജോൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ്. നമ്മൾ പലപ്പോഴും ചില രോഗികളുടെ ഈ ആസിഫിൻ്റെ മീറ്റിങ്ങിന് വന്നു കഴിയുമ്പോൾ സൈജോ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ നോക്കൂ സൈജോ ചെയ്യുന്ന കാര്യങ്ങൾ, സൈജോ അപ്പോൾ പേഷ്യൻസിന് ഇതേ രോഗമുള്ള മറ്റുള്ള പേഷ്യൻസ്, സൈജോൻ്റെ അത്ര പോലും പ്രോബ്ലം ഇല്ലാത്ത പേഷ്യൻസ് പറയുന്നത് സൈജോന് വേറെ കഴിവുകളുണ്ട്, മറ്റുള്ളവർ സൈജോൻ്റെ ഉള്ളിൽ വേറെ എന്തൊരു വ്യത്യസ്ത പവറാണ് സൈജോനുള്ളത്. അത് എന്ത് പവറാണെന്ന് സൈജോന് തന്നെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള രോഗികളുടെ അടുത്ത് പറഞ്ഞാൽ പോലും അവർക്ക് സൈജോനെ പറ്റി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അറിയാം, സത്യമാണെന്നറിയാം, പക്ഷേ സൈജോൻ്റെ ഒപ്പം കമ്പീറ്റ് ചെയ്യാൻ ആരും. എന്താണ് സൈജോ അത്ഭുതമാകുന്ന ആ ശക്തി എന്താണ് ആ പോസിറ്റീവ് എനർജി? ദൈവം ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന വചനം എൻ്റെ മനസ്സിലിടയ്ക്ക് വരാറുണ്ട്. അതായത് പരാജയങ്ങളാണ് യഥാർത്ഥ പടവുകൾ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ MBA സാധാരണഗതിയിൽ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ്ലൈറ്റ്, അതായത് ഏറ്റവും അവസാനമാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അതൊരു കുറവാണ് സത്യത്തിൽ. അതായത് ടീച്ചർ പറഞ്ഞ കാര്യം ഗ്രാസ്പ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ട്യൂബ്ലൈറ്റ് വളരെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനതൊരു +2 കഴിഞ്ഞതിന് ശേഷം കോളേജിൽ മാർക്കും വലിയ കുറവൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഞാൻ ഡിഗ്രി വീട്ടിലിരുന്ന് ഞാൻ ജോലിക്ക് പോയിട്ടാണ് പഠിച്ചിരുന്നത്. ഞാൻ ചെയ്യാത്ത പണികളില്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ മണലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനാണ് അത് ചാക്കായി കെട്ടി പുറത്തു കൊണ്ടുപോയിടുക. ഞാൻ 9ാം ക്ലാസ്സിൽ ലോട്ടറി വിറ്റിട്ടാണ് തുടങ്ങിയത്. അതായത് പഠനത്തിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്തിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ സ്കൂൾ പൂട്ടുള്ള സമയത്തൊക്കെ ഞാൻ ലോട്ടറി വെക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇടവേളകളിൽ ഞാൻ സിമെൻറ്റ് പണിക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചാക്ക് സിമെൻ്റൊക്കെ 5ാം നിലയുടെ മുകളിലേക്കൊക്കെ ഞാൻ കൊണ്ടുപോകും. ഞാൻ ഇത് സൂചിപ്പിച്ചത് അത്രയും രീതിയിൽ എനിക്ക് ഭാരങ്ങൾ പൊക്കാൻ സാധിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം ഡിഗ്രി ഞാൻ പഠിച്ചത് ജോലി ചെയ്തിട്ടാണ്. അപ്പോൾ +2 ആകുമ്പോഴേക്കും എനിക്ക് മുട്ടുമ്മ വേന വന്നു. അപ്പോൾ ഈ അസുഖം പറയുമ്പോൾ ആളുകൾക്ക് നീരിറക്കാണ്, നീ പണിക്ക് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ്. സാറ് പറഞ്ഞതുപോലെ ഈ അസുഖം ശാരീരികമായിട്ട് വേദന തരുന്നതിനേക്കാൾ അധ്വാനമായിട്ട് മാനസികമായ വേദനയാണ് പലപ്പോഴും തന്നിട്ടുള്ളത്. കായികപരമായിട്ടുള്ള അധ്വാനം എനിക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നു, ഈ അസുഖത്തിൻ്റെ പ്രശ്നം. അങ്ങനെ ഞാൻ മാർക്കറ്റിംഗ് മേഖലയിൽ ഇറങ്ങി. അങ്ങനെ ഞാൻ ഈ കുറവാണ് ഈ സത്യത്തിൽ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞു തന്നാൽ എനിക്ക് കിട്ടാത്തത്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചാൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അങ്ങനെ ഞാൻ ഡിഗ്രിയിലെ എല്ലാ ബുക്കുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാം ഞാൻ വാങ്ങിച്ച് കൂടുതൽ 12-13 മണിക്കൂറൊക്കെ ഒരു ദിവസം ഇരുന്ന് പഠിക്കും. അങ്ങനെയാണ് ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഞാൻ പാസ്സായി. ഞാൻ വീട്ടിലിരുന്ന് ക്ലാസ്സിലേക്ക് പോയിട്ടില്ല. അങ്ങനെയാണ് ഡിഗ്രി ഞാൻ പാസ്സായത്. എന്താ വെച്ചാൽ അന്ന് ഒരു കാര്യത്തെ പറ്റി എനിക്ക് അറിയണമെങ്കിൽ ആരും പറഞ്ഞു തരാനില്ല, ഗൂഗിള് അന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ പേപ്പർ നോക്കും. ഒരു കാര്യത്തെ പറ്റി എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാനായിട്ട് പേപ്പറുകൾ ഞാൻ റെഫർ ചെയ്യാണ്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തയുണ്ടോ, അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളെ പറ്റി അന്ന് ഞാൻ പഠിച്ചത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചെങ്കിൽ ഗൂഗിളിൽ നമുക്കൊരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. അന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ള വ്യക്തികളില്ല, ബുക്കുകളില്ല. അപ്പോൾ ഞാൻ ചെയ്തിരുന്നൊരു ശൈലിയാണ് അത്. അപ്പോൾ എൻ്റെ കുറവായിരുന്നു ശരിക്ക്. അത് ഒരു നിറവാക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഞാൻ MBA പഠിക്കാനായിട്ട് ചെന്നു. ഒരു ഭാഗം ഉറച്ച് ഞാൻ കിടപ്പായി, ചലിക്കാൻ പറ്റാത്ത അവസ്ഥ. MBA എന്നാണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് MBAയുടെ ഫുൾ ഫോം.
പക്ഷേ ഞാൻ MBA പകുതി വെച്ച് നിന്നു. എന്തുകൊണ്ടാണ് ഞാൻ MBA പഠിച്ചതെന്ന് പറഞ്ഞാൽ, നാടകങ്ങളായിരുന്നു ഞാൻ മുന്നേ ചെറുപ്പം മുതലേ ചെയ്യുന്നത്. എല്ലാ വർഷവും നാടകം ചെയ്യും, എല്ലാ വർഷവും നാടകം പൊളിയും. അപ്പോൾ അതിനേക്കാൾ നല്ല മനോഹര നാടകമായിട്ട് ഞാൻ വെക്കും, പക്ഷെ അതിനേക്കാൾ മോശമായ രീതിയിൽ അത് പരാജയപ്പെടും. അങ്ങനെ 8 നാടകങ്ങളൊക്കെ തുടർച്ചയായി പരാജയപ്പെട്ട്, എന്നാലും എനിക്കിത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഓരോ പ്രാവശ്യം നാടകം പരാജയപ്പെടുമ്പോഴും ഓരോ കുറ്റപ്പേരാണ് വരിക. പക്ഷെ അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ മോശമായ നാടകം ഞാൻ കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ 8-9 നാടകം കഴിയുമ്പോഴാണ് എൻ്റെ നാടകം വിവിധ സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുത്തു. അങ്ങനെ ഉപജില്ല, ജില്ലാ തലത്തിലേക്കൊക്കെ പോയി തുടങ്ങി. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് MBA ഈ MBA അഡ്വർടൈസ്മെന്റിൽ MBA പഠിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് മേഖലയിൽ നിൽക്കും ചെയ്യാം, ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് MBA ചൂസ് ചെയ്തത്. പക്ഷെ MBA എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, പകുതി വെച്ച് കിടപ്പായി. അപ്പോൾ ശരിക്കുള്ള MBA എന്ന് പറഞ്ഞാൽ മൈ ബിഗ്ഗസ്റ്റ് അംബിഷൻ, സ്വന്തമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ആ MBA ആണ് എനിക്ക് വേണ്ടത് എന്ന ബോധ്യം. ന്യൂ ഡെഫിനിഷൻ ഫോർ MBA. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചെങ്കിൽ ഒരു മാസിക പുറത്തിറങ്ങി. ഈ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ലൈസൻസ് വേണം ഒരു പത്രം പുറത്തിറങ്ങണമെങ്കിൽ. അത് ഡൽഹിയിൽ നിന്നാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടേണ്ടത്. ഞാനിങ്ങനെ തളർന്ന് കിടക്കുകയാണ്, എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗവൺമെൻറ് ഓഫീസുകളെ നിരങ്ങി രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ എന്ന MBA മൈ ബിഗ്ഗസ്റ്റ് അംബിഷൻ എന്ന ടൈറ്റിൽ ന്യൂസ് പേപ്പറിനുള്ള ലൈസൻസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ അത് വാങ്ങിച്ച് ഞാൻ 2-3 സുഹൃത്തുക്കളെയും കൂട്ടി ഞാൻ ആ മാസിക തുടങ്ങുകയാണ്. മാസിക തുടങ്ങി വലിയ പരാജയമായി. ഞാൻ പറഞ്ഞെങ്കിൽ 8 നിലയിൽ ആ സാധനം പൊട്ടി. ഞാൻ തളർന്ന് വീണ് കിടക്കുകയാണ്. ചലിക്കാൻ പറ്റാത്ത കാലുപയോഗിച്ച് സൈക്കിൾ ഓടിയിട്ടാണ് ഇതിൻ്റെ പണി. MBA പൊളിഞ്ഞു വന്നതിൻ്റെ കടമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 ലക്ഷം ഇത് കടം. നിയോഗം വേറെ. അപ്പോ പരാജയങ്ങൾ എന്നെ ശക്തനാക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് എന്നെ വേദനിപ്പിക്കുമെങ്കിലും എനിക്ക് തിരിച്ചു വരാൻ കഴിയും. ഇപ്പൊ ഞാൻ കഥകളി എന്ന സിനിമ തീർത്തത് ഞാൻ വളരെ ചെലവ് കുറഞ്ഞിട്ടാണ് തീർത്തത്. ഒരു 5-6 ലക്ഷം രൂപ ചെലവിട്ട് ഒരു ഫീച്ചർ ഫിലിം ഞാൻ തീർത്തു. എത്രയാണ് കറക്റ്റ്? 7 ലക്ഷം രൂപ കൊണ്ട് 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഈ ഫുൾ ലെങ്ത്. ഇതിന്റെ അടിസ്ഥാനം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വലിയ പരാജയങ്ങളാണ്. ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരാജയങ്ങളാണ് എൻ്റെ മുതൽക്കൂട്ടുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം എപ്പോഴും ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് അവരുടെ കഴിവല്ല, കമ്മിറ്റ്മെന്റ് ആണ്. എനിക്ക് ഇപ്പോഴും കഴിവുണ്ടെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, വളരെ വലിയ ആഗ്രഹമുണ്ട്. അവരുടെ കമ്മിറ്റ്മെന്റും അല്ല, അവരുടെ ഈശോയുടെ ചോയ്സും ആയിരുന്നു, ഈശോയുടെ തെരഞ്ഞെടുപ്പായിരുന്നു തീർച്ചയായും. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ പവർ എന്ന് പറയുന്നത്, ഞാൻ ജീസസ് യൂത്ത് ആണ് ഇപ്പോഴും, മുന്നും ഇപ്പോഴും ഒക്കെ ജീസസ് യൂത്ത് ആണ്. ഞാൻ എല്ലാ ദിവസങ്ങളിലും ഗ്രൂപ്പുകളിൽ പോയിരുന്ന കാലഘട്ടമുണ്ട്. ദിവസം ബുധനാഴ്ചകളിലാണ് അല്ലെങ്കിൽ വീക്കെൻഡിൽ. പക്ഷെ ഞാൻ എവിടെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ അവിടെ ഒക്കെ ഞാൻ പോകും. എന്താന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വളരെ എനർജി കൂടുതൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ അസുഖം വന്ന് തളർന്നപ്പോഴാണ് എനിക്ക് 2007 40% വികലാംഗ സർട്ടിഫിക്കറ്റാണ് ഗവൺമെൻറ് തന്നത്. 2011 ആകുമ്പോൾ 60% അത് വർദ്ധിച്ചു. അപ്പോൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണല്ലോ കർത്താവേ ഈ വികലാംഗരായ വ്യക്തികൾ ജീവിക്കുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. നമുക്കൊരു ബാത്റൂമിൽ വേറെ ആളുടെ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ പോകുന്നത് കുറയ്ക്കും. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, അതായത് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ കുറേ ഓഫീസുകളൊക്കെ അലഞ്ഞ് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാണ്, എനിക്ക് ലഭ്യമാണ്. ഞാൻ ഡിസബിൾഡ് ആണല്ലോ. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിന് മുന്നേ ചിന്തിച്ചിരുന്നില്ല ഈ വികലാംഗർ ഇത്രമാത്രം വേദനിക്കുന്നു എന്ന്. അപ്പോൾ എനിക്കറിഞ്ഞ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് ഇറക്കി. ഞാനൊരു സംഘടന തുടങ്ങി, ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന വികലാംഗർക്ക് വേണ്ടിയുള്ള സംസ്ഥാന സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രവർത്തനം വികലാംഗരായ വ്യക്തികൾക്ക് അറിവ് പകരം, അതായത് ഒരു 55 വയസ്സായ ഒരു വ്യക്തിക്ക് മന്ദബുദ്ധിയാണ് എന്ന്, പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, അതിൻ്റെ ചുറ്റുമുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാത്തത്. അപ്പോൾ എന്തൊക്കെ വികലാംഗർ അറിഞ്ഞിരിക്കേണ്ട 51 ചോദ്യോത്തരങ്ങളും 11 അപേക്ഷ ഫോമും ഉൾപ്പെടുത്തി ഞാൻ കടന്നുപോയ വഴികളൊക്കെ ഞാൻ രേഖപ്പെടുത്തി ഒരു പുസ്തകം ഞാൻ തന്നെ ഇറക്കി. അതിൻ്റെ ചെലവ് എനിക്ക് ശമ്പളം കിട്ടിയതിൻ്റെ ചെലവിൽ നിന്നാണ് ഞാൻ ഇറക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്ന ഒരു 1000ഓളം പേർക്കെങ്കിലുമൊക്കെ അത് ഗുണകരമായിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നടക്കം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ ബുക്ക് ഇറക്കിയത്, അതേപോലെ ഹിന്ദിയിൽ ഇറക്കാനായിട്ട് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ആസിഫ് എന്ന് പറഞ്ഞ സംഘടന അങ്ങനെയാണ്. അതായത്
ആ സംഘടന ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങില്ല. ഈ നാട്ടുകാർ നമ്മളതിനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിന്റെ നിലപാട് തന്നെ ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. അപ്പൊ ഇവരെന്നെ ഞാൻ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലേ എനിക്ക് ഫീൽ വന്നു. പക്ഷെ അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ആവും എന്നുള്ള ധാരണ എന്നെ വേദനിപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടർ പത്മനാഭശേനായി ഡോക്ടർ പോൾ ടി ആന്റണിയൊക്കെ ഒരു നിർദ്ദേശം വെച്ചു, നമുക്ക് ഇങ്ങനെ ഒരു ഫോം ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത് ആസിഫ് എന്ന സംഘടന തുടങ്ങുകയാണ്. അങ്ങനെ എറണാകുളത്ത് തുടങ്ങി. ഞാൻ പറയണ ഇനി പല സ്ഥലങ്ങളിലും ഒരു മോട്ടിവേഷണൽ, അതായത് ഇപ്പോൾ മരുന്ന് കൊടുക്കാൻ പറ്റും, ഒരു പക്ഷേ ചികിത്സ കൊടുക്കാൻ പറ്റും, പക്ഷെ അവന് പോസിറ്റീവായിട്ടൊരു തിങ്കിങ് ഇല്ലെങ്കിൽ അവന് ചലിക്കാൻ അപ്പോഴും തോന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ്നെസ് കൊടുക്കുക, മാത്രമല്ല അതിഭീകരമായ പൈസയാണ് ഇതിന് വരുന്നത്. 80,000 രൂപ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു വ്യക്തിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്നൊരു സഹായവും നിലവിലില്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും സംഘടനയുടെ സഹായമില്ല. ഡയാലിസിസ് അങ്ങനെയൊക്കെ സംഘടന, നമുക്ക് ആംഗലൈസിസ് സ്പോണ്ടിലൈറ്റിസ് എന്ന പേര് തന്നെ കേട്ടിട്ടില്ല. ഇങ്ങനെ കുറെ വ്യക്തികളോട് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ അല്ല, ഓരോ ജില്ലകളിലും ഒരു 5000-ഓളം പേരെങ്കിലും ഒക്കെ ഈ അസുഖമായിട്ട് ഉണ്ടാവണം. പല രീതിയിലാണ് മുട്ടുവേന, കാലുവേന ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ യുവാക്കളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അവരെ പോസിറ്റീവായിട്ട് സമുദ്ധരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആസിഫ് സംഘടന വിവിധ മേഖലകളിൽ പ്രോഗ്രാം നടത്തുന്നത്. തീർച്ചയായും ഈ ആസിഫ് എന്ന സംഘടന ഈ ജീസസ് യൂത്തിൽ നിന്നൊക്കെ ലഭിച്ച ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സംഘടന തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം വന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഇത്രയും വളരെ കോസ്റ്റ്ലി ഇഞ്ചക്ഷൻ ആവശ്യമായി വന്ന ഒരു സന്ദർഭമുണ്ട്. 80,000 രൂപ നമുക്ക് അന്നത്തെ അരി ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് അപ്പോൾ എന്ത് ചെയ്തു വെച്ചെങ്കിൽ ഞങ്ങളുടെ നാടുകാരൊക്കെ നാടുകാർ ഒക്കെ സഹകരിച്ചു. അവരെ പേരറിയാത്തവരോ അല്ലെങ്കിൽ എന്നെ പരിചയമില്ലാത്തവർ വരെ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പം എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു ക്രിസ്മസ് സമയത്ത് ക്രിസ്മസിനെ ചില്ലറ തുട്ടുകൾ തന്നിട്ട് കുട്ടികൾ പറയാണ്, അവർ അധികം വേഷഭൂഷാദികളൊന്നും അണിഞ്ഞിട്ട് വന്നതല്ല, ഒരു മാക്സി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു മുഖം മൂടി വെച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ ഓരോ വീട്ടിൽ പോയി പിരിച്ചിട്ട് അവസാനം കിഴിക്കെട്ട് കൊണ്ടുവന്നിട്ട് പറയാണ്, അമ്മ പറഞ്ഞു ചേട്ടന് വലിയ അസുഖമാണ്, കുറേ പൈസയാവും, അപ്പം ഇത് എന്തെങ്കിലും സഹായമാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരികയാണ്. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത അനവധി പേര് എൻ്റെ ചുറ്റുമുണ്ട്. അപ്പം അവരിൽ നിന്ന് എനിക്ക് അവരോടൊരു കടപ്പാടുണ്ട് എനിക്ക്. അപ്പം ആ കടപ്പാടാണ് എനിക്ക് അതിനിപ്പോൾ വെറുതെ ഇരിക്കാമെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്താ വെച്ചെങ്കിൽ ഇവര് ഒരു പരിചയമില്ലാണ്ട് എന്നെ സഹായിച്ച എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് മൂടി വയ്ക്കാനും മറച്ചു വയ്ക്കാനും എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ രാത്രികളിലൊക്കെ ഈ ജോലി കഴിഞ്ഞിട്ടാണ് എൻ്റെ പണി. മികച്ച എംപ്ലോയിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ജോലി സ്ഥലത്ത് ഞാൻ മുങ്ങുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, ഞാൻ കാലത്ത് വളരെ കൃത്യമായിട്ട് അവിടെ ചെല്ലുകയും കൃത്യസമയത്ത് അവിടെ ഏറ്റവും നല്ല എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നൈറ്റാണ് ഞാൻ മുഴുവൻ ഓട്ടങ്ങൾ. ഇവിടെ പറഞ്ഞു വന്നിരുന്നത് ജീസസ് യൂത്തിന്റെ കാര്യമാണ്. അപ്പൊ ജീസസ് യൂത്തിന്റെ എനർജി എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അവര് ആ ഒരു കൂട്ടായ്മ എന്നെ ഈ ക്രിസ്തുവിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിച്ച് നിൽക്കുന്നു. ആലീസിന് എന്താണ് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ? ജീസസ് യൂത്തിനെ കുറിച്ച് പറയുന്നത്, എവറി ജീസസ് യൂത്ത് ഈസ് എ മിഷനറി. അപ്പം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു മിഷനുണ്ട്. സൈജു ആ ഒരു മിഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് നമുക്കറിയാം. ഈ ഒരു പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് സൈജു പറഞ്ഞു. ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെലോഷിപ്പും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്. ഇപ്പോൾ ഈശോയുടെ സ്നേഹവും ഈശോയുടെ കരുതലും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യാറുണ്ട്. സൈജുവിന് അത് കിട്ടി, സൈജു അത് ചുറ്റിലും ഒഴുക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു മിഷനുണ്ട്. അത് തിരിച്ചറിയുക, ആ മിഷൻ നമ്മളൊരു നല്ല മിഷനറി ആയിട്ട് മാറുക എന്നുള്ളതാണ് സൈജുവിൻ്റെ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ആ ഒരു മൂമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി. അത് ശരിക്കും പ്രത്യാശയായിട്ട് സൈജുവിലൂടെ ലോകത്തിലേക്ക് ഒഴുകുന്നു. അതിന് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ ഒരു ഫെലോഷിപ്പൊക്കെ സൈജുവിനെ സഹായിച്ചു. നല്ലതാണ് ഈ ഒരു പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മകളുടെ ഒരു ശക്തി അത്യാവശ്യമാണ് ഈ ഒരു ലോകത്തിൽ. അപ്പോൾ സൈജുവിൻ്റെ വാക്കുകളിലൂടെ ആ ഒരു മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും ഷൈജുവിൻ്റെ എനിക്ക് വേണ്ടത് അതിന് മുമ്പ് പറഞ്ഞ കുറേ തകർച്ചകളിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴും
അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തകർന്ന് വീഴുന്നു. അവസാനമാണ് തമ്പുരാൻ നിയോഗിച്ച നിയോഗം എന്തെന്ന് സൈജു തിരിച്ചറിഞ്ഞത് എനിക്ക് തോന്നുന്നു. ഈ മീഡിയയിലൂടെ തൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് കൊടുക്കുക. സൈജോൻ്റെ അങ്കിള് വന്നിട്ടുണ്ട്. സൈജോൻ്റെ അങ്കിളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും സൈജോയുടെ കൂടെ പോകാറുള്ളത്. സൈജോയുടെ അങ്കിളൊരു കാറ്റഗിസം സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ കൂടിയാണ്. നമുക്ക് അങ്കിൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. എനിക്ക് സൈജോ ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം കുഞ്ഞുനാൾ മുതലേ ഞാനും സൈജോയും തമ്മിൽ അത്രയും വലിയൊരു ബന്ധമുണ്ട്. ഇവനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്തുണ്ടായ ഈ അസുഖം, വേദന വരുന്നു, മേൽ മുഴുവൻ വേദന വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മിഷൻ ഹോസ്പിറ്റലാണ്, തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് അവനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തത്. അവരാണ് ഇവനെ ആംഗ്ലോസ്പോണ്ടിലൈസിസ് ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് സ്ഥിരീകരിച്ചത്. ഇവിടെ ഇവൻ്റെ ആത്മധൈര്യമാണ് എനിക്ക് വളരെയധികം അത്ഭുതമായത്. കാരണം കിടക്കയിൽ കിടക്കേണ്ട ആൾ ഓടുകയും അതുപോലെ തന്നെ ബൈക്കിൻ്റെ മുകളിലൊക്കെ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ, അതുപോലെ മാത്രമല്ല ഇവൻ +2 ശേഷം പഠിച്ചിരിക്കുന്നതൊക്കെ തനിയെ ഇരുന്നിട്ടാണ്. വീടിൻ്റെ മുകളിൽ മട്ടുപ്പാവിൽ ഒരു കുടിൽ പോലെ കെട്ടി എല്ലാ ബുക്കുകളും അതിൽ കൊണ്ടുവച്ച് ഇരുന്ന് തനിയെ പഠിക്കുക എന്നുള്ളതാണ്. അത് കാലാകാലമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ കുറേ ന്യൂസ് പേപ്പറുകളും കിട്ടിയ ബുക്കുകളും നോട്ട് ബുക്കുകളും അല്ലെങ്കിൽ അതുപോലെ ആർട്ടിക്കിൾസൊക്കെ എടുത്തു വെച്ച് വളരെയധികം മനോഹരമായിട്ടാണ് കുടിലവൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോഴും അത് അതിൻ്റെ വീടിൻ്റെ മുകളിലുണ്ട്. പിന്നെ PSC വഴി ജോലി കിട്ടുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ കൂടുതൽ നടത്തിയിരുന്നു. അങ്ങനെ അവനെ കുന്നുകുളത്ത് മുനിസിപ്പാലിറ്റിയിൽ അവനെ ജോലി കിട്ടി. ആ സമയത്താണ് പെടപെടാന്നുള്ള രീതിയിൽ കുറേ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമുകൾ എനിക്ക് കാണിച്ചു എന്നെ വിളിക്കും. അങ്ങനെ ആ ഷോർട്ട് ഫിലിം പലതുണ്ട്, പല തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ ഓരോ ഫിലിം ഫെസ്റ്റിവലിൽ ചിലതിൽ പോകുന്നു, അങ്ങനെ അവാർഡ് വാങ്ങുന്നു. ഇതൊക്കെ അത്ഭുതം എങ്ങനെ ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. രാത്രി 10 മണി സമയത്ത് ചിലപ്പോൾ വീട്ടിൽ വരും, കുണ്ടന്നൂരിക്ക് വരും, അത് ബൈക്കിൻ്റെ മുകളിൽ ഒരു മുന്നറിയിപ്പിൽ അത് വരിക. ഇതിൻ്റെ ഇടയ്ക്കാണ് അവസാനം ഇപ്പോൾ കഥകളി എന്നുള്ള സിനിമ പിടിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഡൽഹിയിൽ കുറേ ദിവസം മാസങ്ങളോളം ചെന്ന് നിന്നിട്ടുണ്ട്. ഡൽഹിയിൽ അവൻ്റെ അവിടെ താജ്മഹലിൻ്റെ ബാക്ക് സൈഡിലുള്ള തെരുവുകൾ, അതായത് തനി ചേരി പ്രദേശത്ത് അവശരും ആർത്തരും ആലംബഹീനരായ ആളുകളുടെ ഇടയിൽ പോയിട്ട് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെന്താ ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ ജീവിത രീതി എന്താണെന്നൊക്കെ അതൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യൻ അസുഖമായിട്ട് ഇത്രയും അവശനായ മനുഷ്യനെ ആ വിൽ പവർ എവിടെ നിന്നാണെന്ന്. അപ്പോൾ അവൻ തന്നെ പറയും, എനിക്ക് ഈ അസുഖം കിട്ടിയത് ഇതിനൊക്കെ വേണ്ടിയായിരിക്കും, എനിക്ക് അത്രയും നല്ല പ്രവർത്തനം നടത്താനായിരിക്കും എന്നൊക്കെ അവൻ പറയും. എന്നെ സംബന്ധിച്ച് സൈജോയും നമ്മളൊരു അത്രയും വലിയൊരു ബന്ധമുണ്ട് എന്നറിയാം. ഈ പരിപാടിക്ക് എന്നെ അവൻ പ്രത്യേകം ക്ഷണിച്ചു, അച്ഛൻ വരണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ക്ഷണിച്ചു, ഞാൻ വന്നത്. സൈജോയെക്കുറിച്ച് കൂടുതൽ കേൾക്കാനായിട്ട് സെൻറ് തോമസ് കോളേജിൽ നിന്നും ചേതന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജീസസ് യൂത്തിൽ നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ സൈജോനോട് ചോദിക്കാനുണ്ട്. ചേട്ടാ, എൻ്റെ പേര് ഷോബി തിംതി, ഒരു ജയവയാണ്. ചേട്ടനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒത്തിരി കഷ്ടപ്പാടുകളും ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് ചേട്ടൻ മനസ്സിലായി. അതെല്ലാം പോസിറ്റീവായിട്ടാണ് ചേട്ടൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ കൗതാശിക ജീവിതം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ഇവിടെയും എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ചേട്ടന്? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന ഒരു വചനം ജീസസ് യൂത്ത് ഈ ഒരു മൂവ്മെൻറ്റിലൂടെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ടോ പുലർച്ചെ കുർബാന പോകുമ്പോൾ എന്നെ കൂടുതൽ അത് മധുരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ദൈവത്തെ സ്തുതിക്കുക, ബാക്കിയൊക്കെ നിൻ്റെ ദൈവത്തിൽ ക്രമപ്പെടുത്തുക എന്ന വലിയ ചിന്ത എന്നെ എപ്പോഴും സംരക്ഷിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ദൈവത്തോടൊപ്പം ഞാനിപ്പോൾ പറക്കാൻ പറക്കുന്ന ഒരാളല്ല, ഈ പട്ടം പോലെ. അപ്പോൾ ഒരു കെട്ട് എപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തൊരു കെട്ടുള്ളത് എപ്പോഴും നല്ലതാണ്. എന്താ വെച്ചെങ്കിൽ ഇടയ്ക്ക് വിചാരിക്കും, പക്ഷേ ഈ കെട്ട് പൊട്ടിച്ചെങ്കിൽ കൂടുതൽ പറക്കാൻ പറ്റും. പക്ഷെ അത് തെറ്റാണ്. അത് എവിടെയെങ്കിലും വീണ് നശിക്കത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉള്ളിടത്തോളം കാലം എനിക്ക് നന്നായി ജീവിതത്തിൻ്റെ ഏത് പേമാരി വന്നാലും എന്നെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു വള്ളി, ഈ പട്ടത്തിൻ്റെ ഈ വള്ളി ഉണ്ട് എന്നുള്ള ബോധ്യം എന്നെ വളരെയധികം സന്തുഷ്ടവാനാക്കുന്നുണ്ട്. ഇപ്പോൾ ഓസ്കാർ എന്ന എൻ്റെ അംബീഷൻ, ഓസ്കാർ വേദിയിൽ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ പാട്ട് എനിക്ക് പാടാനായിട്ട് പറ്റണം. അതാണ് എൻ്റെ അംബീഷൻ. അപ്പോൾ ഞാനിപ്പോൾ ചില കുരിശുകൾ അല്ലെങ്കിൽ ഇപ്പം പലരും പറയും നീ അങ്ങനെ ഇതിന് പോണ്ട, പക്ഷെ എന്നെ നയിക്കുന്ന എനർജി ഇതാണ്. അപ്പോൾ തീർച്ചയായും ഇതിൽ തന്നെ നിൽക്കാനും നല്ലൊരു ദൈവ വിശ്വാസി ആയിട്ട് തന്നെ മരിച്ചു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചേട്ടാ, എൻ്റെ പേര് ഗായത്രി. ഞാൻ ചേതന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വരുന്നത്.
എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തിരക്കാണ്. ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവാണ് നമ്മളെല്ലാവരും. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്ന് ഞങ്ങൾ പലരോടും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? എന്തെങ്കിലും ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? താങ്ക് യു. തീർച്ചയായിട്ടും 24 മണിക്കൂർ തന്നെയാണ് എല്ലാ വ്യക്തികൾക്കും ഉള്ളത്. അപ്പോൾ ഒരു 6 മണിക്കൂർ നമ്മുടെ ഉറക്കം, ഒരു 8 മണിക്കൂർ നമ്മുടെ ജോലി, അങ്ങനെ എന്നാലും നമുക്കൊരു ഒരു 18 മണിക്കൂറൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വെക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മുടെ സമയങ്ങളെ മൊത്തമായിട്ട് പലരും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു 4, 5, 6 മണിക്കൂറൊക്കെ മിനിമം ഫേസ്ബുക്കൊക്കെ അപഹരിക്കുന്നുണ്ടാവും. ലോകത്തിലെ ഏറ്റവും പിടിച്ച സമയമാണ് സമയം. ബാക്കിയൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും തോന്നിയിട്ടുണ്ട്. പക്ഷെ സമയത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. ഈ കഴിഞ്ഞു പോകുന്നത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും വിലപിടിച്ചുള്ളതാണ് സമയം. ഞാൻ ഒരേ സമയം തന്നെ 3, 4, 5 കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. എൻ്റെ കുറവുകളെ ഞാൻ ഇനിയും ഒരു 50% ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എൻ്റെ കഴിവുകൾ അല്ല ഞാൻ പറയുന്നത്, എൻ്റെ കുറവുകളെയാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. എനിക്ക് ഇനിയും ഒരു 50% ഇനിയും ഉപയോഗിക്കാത്തതുണ്ട്. ഈ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇതിന് ഇത്ര ടൈം, അങ്ങനെ ഞാൻ 12-13 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയോക്തി തോന്നിയേക്കാം, പക്ഷെ അത് സത്യമാണ്. അതായത് ഞാനൊരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേപ്പ് റെക്കോർഡിൽ പാട്ട് വെച്ച് ചാടി കളിച്ച് പിന്നെ വന്നിരുന്ന് പഠിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ പഠിക്കാനുള്ള സംവിധാനം എങ്ങനെ ഒരുക്കാം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും കാര്യങ്ങൾ ചെയ്തത്. അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് സമയമില്ല എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ മടിയൻ എന്നാണ്. അതായത് 24 മണിക്കൂറും പണിയുള്ളവന് ഇഷ്ടത്തിന് സമയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പോൾട്ടി ആൻ്റണി അല്ലെങ്കിൽ ഷെണായി സാറൊക്കെ ഇവരൊക്കെ കാണുന്ന പേഷ്യൻസിനെ എന്നിട്ടും അവർ പറയും ഇഷ്ടത്തിന് സമയമാണ്, നീ എന്താ വെച്ചെങ്കിൽ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്നാണ്. നമുക്ക് അലിവ് തോന്നും. എന്ന് വെച്ചെങ്കിൽ ഇവരെ കാണാതിരിക്കുന്നത് 10, 300, 400 പേഷ്യൻ്റാണ് എന്നിട്ടും. അപ്പോൾ അങ്ങനെ അതാണ്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിലെ ഒരു അംബീഷൻസിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. നാളെ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് എനിക്ക് വലിയൊരു വിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കും. അവിടെ നമുക്കൊരു മിഷണറിയുടെ ആവശ്യമില്ല. നമുക്കിപ്പോൾ 2 മണി 3 മണി വരെ നമുക്ക് ഉറങ്ങാതിരിക്കാൻ സാധിക്കും. നല്ല സിനിമയാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അന്ന് ഉറങ്ങാതിരിക്കാൻ സാധിക്കും. പക്ഷെ അവന് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്താ വെച്ചിങ്ങനെ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കൂട്ടുകാരിൽ നിന്ന് മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരോടൊപ്പം കൂടുക, അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറേയും കൂടി ഇനിയും ഞാനൊരു 50-60% കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇനിയും ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും 24 മണിക്കൂറിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവനാവണം എന്ന് തന്നെയാണ് എൻ്റെ ആംബിഷൻ. എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ സെൻറ് തോമസ് കോളേജിലെ മീഡിയ സ്റ്റുഡൻ്റാണ്. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത്, ഒരിക്കൽ പോലും ചേട്ടൻ്റെ പഠനകാലത്ത് സിനിമയെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അക്കാദമിക് ലൈഫിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമയുടെ മേഖലയിലേക്ക് ചേട്ടൻ വരാൻ ഇടയാക്കിയത്? ഈ അക്കാദമിക് മേഖലയിൽ ഇല്ലാത്ത ആൾ എങ്ങനെ ഇതിലേക്ക് കടന്നു വന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എപ്പോഴും വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ കുറേ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്തി എങ്ങനെ നമുക്കിത് പഠിക്കാൻ പറ്റും, അങ്ങനെ പഠിച്ചെടുത്ത് ഇത് ചെയ്യാണ്. ഫെസ്റ്റിവലുകൾ നമ്മളിപ്പോൾ ഓരോ ഫിലിം ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടാവും ചെയ്തു വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ഫിലിമുകൾ മറ്റുള്ളവർ വിമർശിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കും. അതിനെപ്പറ്റി ആൾക്കാർ പോയി കണ്ട് പഠിച്ച് ഞാൻ അടുത്ത സിനിമ അതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഫെസ്റ്റിവലുകളാണ് എന്നെ കൂടുതൽ ഒരു വളർത്തിയിട്ടുള്ളത്. ചേട്ടാ, എൻ്റെ പേര് കീർത്തി. ഞാൻ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊരു മഹാത്മാവിനെ എടുത്താലും ആ വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഉണ്ടായിരിക്കും. അതുപോലെ ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? തീർച്ചയായിട്ടും അൽഫോൺസമ്മ എന്ന് പറയുന്ന വ്യക്തി എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എനിക്ക് നിന്റെ കൃപ മതി എന്നാണ് അൽഫോൺസമ്മ പറയുന്നത്. ഒരു സന്യാസി ചോദിച്ച ചോദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും വരാറുണ്ട്.
ഒന്നെങ്കിൽ വൈകുന്നേരത്തെ അത്താഴം എനിക്ക് ദൈവം തരും, അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തരുന്നു. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ കൃപ മതി, പിന്നെ അത്താഴത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ അൽഫോൺസമ്മ എപ്പോഴും അങ്ങനെയാണ് ചോദിച്ചില്ല, എനിക്ക് നിൻ്റെ കൃപ മതി. ആ ഒരു വ്യക്തിത്വം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർലി ചാപ്ലിനും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. മഴയത്ത് നടക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ എന്നുള്ള ഒരു കാര്യം. ഞാൻ കരയുന്നത് ആരും തന്നെ കാണില്ല മഴയത്ത് നടക്കാനാണെങ്കിൽ. അത്രമാത്രം ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നേരിട്ട് കടന്നു വന്ന വ്യക്തികളാണ് ഈ മഹാന്മാർ. ചുറ്റുമുള്ള വ്യക്തികളെ നമുക്കങ്ങനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ പലപ്പോഴും വായനയിലൂടെ പോകുന്നത് ഈ മഹാന്മാരുടെ ജീവചരിത്രങ്ങളാണ്. അവർ തരുന്ന, ഞാൻ അനുഭവിച്ചതിനേക്കാൾ 100 ഇരട്ടി കഷ്ടപ്പെട്ടിട്ടാണ് വലിയ വലിയ മഹാന്മാരോട് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ അനുഭവിക്കുന്ന ഒന്നുമല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ സുഹൃത്തുക്കളായ ഇവർ അനുഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് അവസാനമായ ഒരു ചോദ്യം സൈജോ. പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ പോലും ഇന്നത്തെ യുവജന പലപ്പോഴും അപ്സെറ്റായി ആകെ ജീവിതത്തിൻ്റെ പിന്നോട്ട് പോകുന്നൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവരോട് സൈജോയ്ക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഈ അസുഖമായി വരുന്നവർ തന്നെ വളരെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടൊക്കെ എന്നോട് കരയാറുണ്ട്. ഇതിപ്പോൾ മാതൃഭൂമി ആരോഗ്യമാസികളൊക്കെ എൻ്റെ ഫോൺ നമ്പർ വെച്ച് വന്നപ്പോൾ പല ഭാഗത്തുനിന്നും ആളുകൾ എന്നെ വിളിച്ച് കരയുക. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് ആൾക്കാർ വിളിച്ച്, ചേട്ടാ എൻ്റെ ജീവിതം നശിച്ചു പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ അവർ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ അതിനും കരച്ചിലാണ്. അപ്പോൾ ഞാൻ ഇവരെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ അത്ര ഒരു പ്രശ്നം അവർക്ക് വരുന്നില്ല. പക്ഷേ അവർ ജീവിതത്തെ തന്നെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇത് ദൈവം തന്നൊരു താലന്താണ്, ഇതൊരു അവസരമാണ്, ഒരു സാധ്യതയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും കഴുതയുടെ പുറത്ത് യേശു നടന്നു. തീർച്ചയായും ഞാനെന്ന കഴുതയുടെ പുറത്ത് ഈ മേഖലയിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും പറയും ഈ അസുഖം വരുന്നത് എന്തോ വലിയ പ്രശ്നമാണ്. അതൊന്നല്ല, അതൊക്കെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം എനിക്ക് ഓരോ ദിവസം വരുമ്പോൾ ഓരോ മേഖലയിലേക്കാണ് അസുഖം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിർത്തിക്കളയാം എന്നല്ല, കൂടുതൽ എനിക്ക് ഓടാനും കൂടുതൽ പ്രവർത്തിക്കാനുമുള്ളൊരു സാധ്യതയാണ്, അവസരമാണ് പരാജയങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇനിയും എൻ്റെ ബാൻഡ് ഓസ്കാർ എന്ന് പറഞ്ഞ ബാൻഡ് ഈ മാസം തന്നെ ഓപ്പൺ ചെയ്യാണ്. എൻ്റെ കവിതാ സമാഹാരം ഈ മാസം ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഓസ്കാർ എന്ന മേഖല ആ ഒരു ഫിലിമിൻ്റെ അടുത്ത ഘട്ട ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ശക്തമായിട്ട് ഈ വേദനയെ, എൻ്റെ ഈ ഒരു പ്രശ്നങ്ങളെ, ദുരന്തങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ഇത് നമ്മുടെ മുമ്പിൽ വേദനിക്കുന്ന, ഒരു പക്ഷേ ചെറിയൊരു പ്രശ്നം വന്നാൽ കൂടെ ജീവിതത്തിന് പിന്നോട്ട് പോകുന്ന എല്ലാ യുവജനങ്ങൾക്കുമുള്ള ഒരു ഉത്തരം തന്നെയാണ്. സൈജോ, തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ സൈജോ, തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ ആ അത്ഭുതത്തിൻ്റെ സ്ഥാനത്ത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും, സാന്നിധ്യം ഉണ്ടാവും. നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിയോഗിക്കപ്പെട്ട ആളാണ്. നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണെന്ന് ഇനിയും നിങ്ങളുടെ ഈ സ്വപ്നങ്ങൾ ഓസ്കാർ നേടണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും തമ്പുരാൻ നടത്തി തരും. ഒരിക്കലും തമ്പുരാൻ അത് മാറ്റിവെക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗബ്രിയിൽ നിന്ന് ഡയറക്ടറെ കണ്ടുമുട്ടുവാനും അയാൾ അസിസ്റ്റ് ചെയ്യാനും സാധിക്കട്ടെ. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓസ്കാർ സ്വപ്നം തീർച്ചയായിട്ടും തമ്പുരാൻ അതിനുള്ള വഴിയൊരുക്കി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഡോക്ടറിനും ജോണേട്ടനും അലീസിനും ബാക്കി എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. സൈജുവിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കുമുള്ള സൈജോൻ്റെ ജീവിതം, നമ്മൾ ഈ ടോക്ക് ഷോയിലൂടെ നമ്മൾ കണ്ട് കേട്ടറിഞ്ഞ സൈജോയുടെ ജീവിതം നമ്മളുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട്, ഒരു അത്ഭുതമായിട്ട് നിലകൊള്ളുകയാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് സൈജോയുടെ ആ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാം. നമ്മൾ ഒരിക്കലും തളർന്നിരിക്കേണ്ട ആൾക്കാരല്ല. നമ്മൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ നിയോഗമുള്ള ആളുകളാണ്. ഈ നിയോഗം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിലുള്ള യഥാർത്ഥമായിട്ടുള്ള തമ്പുരാൻ ഉദ്ദേശിച്ച ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിയോഗം തിരിച്ചറിയുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളായി നിങ്ങൾ മാറുക.
നന്ദി.